നമ്മുടെ റോപ്പിന്റെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് പാരപ്പറ്റിലേക്കൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോ എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്യുന്ന പോലെ വെൽഡ് ചെയ്യാനോ ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടണ പോലെ നമുക്ക് അങ്ങനെ വലിച്ച് കിട്ടാനോ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഫിറ്റിങ്സ് വന്നിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിനെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് അതായത് ഇത് വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ബക്കിൾ വെച്ചിട്ട് ഇത് പിടിച്ചിടും. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ ഒരു ഇതിൽ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ മാക്സിമം ലൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ചെയ്തിട്ട് പിന്നെ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ റോപ്പിന് സ്റ്റഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റോപ്പിന്റെ ഫിറ്റിങ്സ് വരണം. അപ്പോൾ ഇതിനുള്ള ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകളാണ് ഇത് റോപ്പിന്റെ. ഇതൊക്കെ നമുക്ക് തെങ്ങ് വേണമെങ്കിൽ പിടിച്ച് കെട്ടാം. അതേപോലെ തന്നെ പാരപ്പറ്റൊക്കെ പിടിച്ച് കിട്ടുമ്പോൾ പാരപ്പറ്റിലേക്ക് എടുക്കുമ്പോൾ അങ്ങനെയുള്ള അതിനൊക്കെ നമുക്ക് ഈ റോപ്പ് ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് റൈൽ ഉപയോഗിക്കുമ്പോൾ ഈ ഫിറ്റിങ്സ് അല്ല, വേറെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. അത് വേറെ ഫിറ്റിങ്സ് ആണ്. നമുക്ക് ഹാൻഡ് റൈലിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നത്. ഇത് സ്ട്രൈറ്റും ഇത് ബെൻഡും ആണ്. അതായത് സ്ട്രൈറ്റ് വരുന്ന സ്ഥലത്ത് റോപ്പ് സ്ട്രൈറ്റ് ആയിട്ട് വലിച്ചിട്ട് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ബെൻഡായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ബെൻഡ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഫിറ്റിങ്സ് വരുന്നത്. റോപ്പ് മടങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ റോപ്പ് കിടക്കും. എന്നിട്ട് ഇതിനെ അല്ലെങ്കിൽ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പോൾ റോപ്പ് ടൈറ്റ് ആയിരിക്കും. എന്നിട്ട് ആണ് റോപ്പിനെ നമ്മൾ തിരിച്ച് വലിച്ചെടുക്കുന്നത്.